നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തലച്ചോറിൻ്റെ ഭാഗങ്ങളാണ് പഠിച്ചത്. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ. അതെല്ലാവരും നോട്ട് ബുക്കിലൊക്കെ എഴുതി പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്തത് സ്പൈനൽ കോഡ് അഥവാ സുഷുപ്ന. സ്പൈനൽ കോഡ് അഥവാ സുഷുപ്നയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മെഡുല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായിട്ടാണ് നമ്മുടെ സ്പൈനൽ കോഡ് അഥവാ സുഷുപ്ന കാണപ്പെടുന്നത്. മെഡുല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായിട്ട് കാണപ്പെടുന്ന ഒരു വെള്ള നിറത്തിലുള്ള ഒരു ദണ്ട് പോലെയുള്ള ഒരു കേന്ദ്രനാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ് സുഷുപ്ന അഥവാ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ it is the continuation of medulla oblongata and it passes through the vertebral column. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഉള്ളിലാണ്. നട്ടെല്ലിന് ഉള്ളിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ദ സ്പൈനൽ കോഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ വെർട്ടിബ്രൽ കോളം. നട്ടെല്ലിന് പിന്നെ ഉള്ളിലാണ് നമ്മുടെ സുഷുപ്ന സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. മനസ്സിലാവേണ്ട പറഞ്ഞത്? അപ്പോൾ ദ സ്പൈനൽ കോഡ് ഇറ്റ് ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് മെഡുല ഒബ്ലോങ്കേറ്റ ആൻഡ് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ വെർട്ടിബ്രൽ കോളം. നമ്മൾ പറഞ്ഞു തലച്ചോറിനെ പൊതിഞ്ഞുകൊണ്ട് 3 ലെയേഴ്സ് ഓഫ് മെനിഞ്ചസ് കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ലൈക്ക് ദ ബ്രെയിൻ ദ സ്പൈനൽ കോഡ് ഓൾസോ കവേർഡ് വിത്ത് മെനിഞ്ചസ്. തലച്ചോറിനെ പോലെ തന്നെ നമ്മുടെ സുഷുപ്നയെയും പൊതിഞ്ഞുകൊണ്ട് ആര് കാണപ്പെടുന്നുണ്ട്? മെനിഞ്ചസ് കാണപ്പെടുന്നു. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർ പാർട്ട് ഈസ് മേഡപ്പ് ഓഫ് വൈറ്റ് മാറ്റർ ആൻഡ് ഇന്നർ പാർട്ട് ഈസ് ഗ്രേ മാറ്റർ. പുറം ഭാഗം വൈറ്റ് മാറ്റർ കൊണ്ടും ഉൾഭാഗം ഗ്രേ മാറ്റർ കൊണ്ടുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ മുന്നേ പറഞ്ഞു മൈലിൻ ഷീത്ത് ഉള്ള ഭാഗങ്ങളാണ് വൈറ്റ് മാറ്റർ, മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഭാഗങ്ങളാണ് ഇത് ഗ്രേ മാറ്റർ. ഇനി ഈ ഗ്രേ മാറ്ററിൻ്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഒരു ലോങ് കാവിറ്റി, ആഴത്തിലുള്ള സുഷിരമാണ് സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്. സെൻട്രൽ കനാൽ നമുക്ക് ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. സെൻട്രൽ കനാൽ അപ്പോൾ ഇത് സുഷുപ്നയുടെ ഒരു ക്രോസ് സെക്ഷനാണ്. അപ്പോൾ അതിൽ ഏറ്റവും നടുവിലായിട്ട് കാണപ്പെടുന്ന ഈ ഒരു സുഷിരമാണ് ഇത് സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്. ഇതാണ് സെൻട്രൽ കനാൽ. സെൻട്രൽ കനാലാണ് ഈ കാണുന്നത്. ഈ സെൻട്രൽ കനാലിൽ കാണപ്പെടുന്നത് ഗ്രേ മാറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ്. ഗ്രേ മാറ്ററിൻ്റെ ഉള്ളിലാണ് സെൻട്രൽ കനാൽ കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഫിൽഡ് വിത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അതിൻ്റെ ഉള്ളിൽ എന്ത് കാണപ്പെടുന്നു? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കാണപ്പെടുന്നു. ഇനി നോക്ക്, ഈ പിന്നെ സുഷുപ്നയിലേക്ക് സന്ദേശങ്ങൾ വരുന്ന ഭാഗം ഈ ഗാംഗ്ലിയോൺ. ഈ ഉരുണ്ട് നിൽക്കുന്നത് ഗാംഗ്ലിയോണുകളാണ്. അതും നാഡീവ്യവസ്ഥയുടെ ഒരു ഭാഗമാണ് ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. അപ്പോൾ സുഷുപ്നയിലേക്ക് സന്ദേശങ്ങൾ ഈ വരുന്ന ഭാഗമാണ് ഡോഴ്സൽ റൂട്ട് എന്ന് പറയുന്നത്. ഇതാണ് ഡോഴ്സൽ റൂട്ട്. ഇവിടെ എത്തുന്ന ഈ ഭാഗം ഡോഴ്സൽ റൂട്ട്. ഈ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് ഇത് ഡോഴ്സൽ റൂട്ട്. ഇതിലൂടെയാണ് എല്ലാ ഇമ്പൾസും സ്പൈനൽ കോഡിലേക്ക് എത്തുന്നത്. അതേപോലെ സ്പൈനൽ കോഡിൽ നിന്നും ഇമ്പൾസ് എല്ലാം കടന്നു പോകുന്നത് പാസസ് ഫ്രം ദ സ്പൈനൽ കോഡ് ത്രൂ ദ വെൻട്രൽ റൂട്ട്. ഈ മഞ്ഞറത്തിലുള്ള ഭാഗമാണ് വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ട് ഭാഗത്തും ഇങ്ങനെ കാണാം, ഡോഴ്സൽ റൂട്ടും അതേപോലെ വെൻട്രൽ റൂട്ടും. അപ്പോൾ അത് സാധാരണ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. എന്താണ് ഡോഴ്സൽ റൂട്ടിൻ്റെയും അതേപോലെ വെൻട്രൽ റൂട്ടിൻ്റെയും ഒക്കെ ഫങ്ഷൻ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഡോഴ്സൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ദ സെൻസറി ഇമ്പൾസസ് റീച്ച് ദ സ്പൈനൽ കോഡ് ത്രൂ ദ ഡോഴ്സൽ റൂട്ട്. സംവേദ ആവേഗങ്ങൾ സുഷുപ്നയിലേക്ക് എത്തുന്ന ഭാഗമാണ് ഡോഴ്സൽ റൂട്ട് എന്ന് പറയുന്നത്. അതേപോലെ മോട്ടോർ ഇമ്പൾസസ് വിച്ച് പാസസ് ഫ്രം ദ സ്പൈനൽ കോഡ് ത്രൂ ദ വെൻട്രൽ റൂട്ട്. പ്രേരക ആവേഗങ്ങൾ സുഷുപ്നയിൽ നിന്നും കടന്നു പോകുന്നത് ഇത് കൂടിയാണ്, വെൻട്രൽ റൂട്ടിലൂടെയാണ്. പിന്നെ നോക്കൂ, ഈ രണ്ട് റൂട്ടുകളും പിന്നീട് ഒരു നെർവായി മാറിയിട്ടുണ്ട്. കണ്ടോ? രണ്ടും വീണ്ടും ഒരു നെർവായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് സെൻസറി ന്യൂറോണും അതേപോലെ മോട്ടോർ ന്യൂറോണും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ സ്പൈനൽ നെർവുകളും മിക്സഡ് നെർവാണ്, സമ്മിശ്ര നാഡികളാണ് എന്ന് പറയുന്നത്. മനസ്സിലാവേണ്ട പറഞ്ഞത്? പിന്നെ ഈ നമ്മുടെ സ്പൈനൽ കോഡ് അഥവാ സുഷുപ്നയിലൂടെയാണ് എല്ലാ മെസ്സേജുകളും
സെറിബ്രത്തിലേക്ക് എത്തുന്നത്, തലച്ചോറിലേക്ക് എത്തുന്നത്. അതേപോലെ തലച്ചോറിൽ നിന്നും രൂപപ്പെടുന്ന എല്ലാ സന്ദേശങ്ങളും ബോഡി പാർട്സിലേക്ക് എത്തുന്നതും ഏത് കൂടിയാണ്? ഈ ഒരു സ്പൈനൽ കോഡ് വഴിയാണ്, സുഷുപ്ന വഴിയാണ്. ഇതാണ് അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഡോഴ്സൽ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ സെൻസറി ഇമ്പൾസസ് റീച്ച് ദ സ്പൈനൽ കോഡ് ത്രൂ ദ ഡോഴ്സൽ റൂട്ട്. അതേപോലെ മോട്ടോർ ഇമ്പൾസസ് ഗോ ഔട്ട് ഓഫ് ദ സ്പൈനൽ കോഡ് ത്രൂ ദ വെൻട്രൽ റൂട്ട്. അതേപോലെ ഇമ്പൾസസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ആർ ട്രാൻസ്മിറ്റഡ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ത്രൂ ദ സ്പൈനൽ കോഡ്. തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിന്നും സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്ക് എത്തുന്നതും അതേപോലെ മസ്തിഷ്കത്തിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നതും ഏത് കൂടിയായിരിക്കും? സ്പൈനൽ കോഡിലൂടെ ആയിരിക്കും. പിന്നെന്താ പറഞ്ഞാൽ നമ്മൾ ഈ സ്പൈനൽ കോഡിൻ്റെ ഒരു പ്രധാന ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കോർഡിനേറ്റ്സ് ദ റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ് ലൈക്ക് വാക്കിംഗ് ആൻഡ് റണ്ണിങ് എക്സെട്ര. തുടർച്ചയായിട്ടുണ്ടാകുന്ന പേശീചലനങ്ങളെ നിയന്ത്രിക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? സ്പൈനൽ കോഡ് സഹായിക്കുന്നുണ്ട്. പിന്നെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ, റിഫ്ലക്സ് ആക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനും നമ്മുടെ സ്പൈനൽ കോഡ് സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ സുഷുപ്നയുടെ ധർമ്മങ്ങൾ എന്ന് നോക്കാം. നോക്കൂ, എന്തൊക്കെയാണ് ധർമ്മങ്ങൾ? സ്പൈനൽ കോഡിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സ്പൈനൽ കോഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നോക്കൂ. ഇറ്റ് ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. It is protected inside the vertebral column. Like brain, it is also covered with the meninges. White matter is seen outside and gray matter is seen inside. A long cavity seen inside the gray matter is called the central canal. It is filled with the CSF. CSF എന്ന് പറഞ്ഞാൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ് കേട്ടോ, സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. The sensory impulses reach the spinal cord through the dorsal root and motor impulses passes from the spinal cord through the ventral root. Impulses from various parts of the body are transmitted to and from the brain through the spinal cord. പിന്നെന്താ അടുത്തത്? It coordinates the repeated movements like walking, running and control reflex action. ഇത്രയാണ് സ്പൈനൽ കോഡിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഒരു മലയാളത്തിൽ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം അല്ലേ. സുഷുപ്ന അല്ലേ, മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായി നട്ടലിനുള്ളിലൂടെ കടന്നു പോകുന്ന, പിന്നെന്താ, മസ്തിഷ്കത്തെ പോലെ സുഷുപ്നയെയും പൊതിഞ്ഞുകൊണ്ട് മെനിഞ്ചസ് എന്ന ആവരണം കാണപ്പെടുന്നു. വൈറ്റ് മാറ്റർ പുറത്തും ഗ്രേ മാറ്റർ ഉള്ളിലുമാണ് കാണപ്പെടുന്നത്. ഗ്രേ മാറ്ററിലെ ആഴത്തിലുള്ള സുഷിരമാണ് സെൻട്രൽ കനാൽ. ഇതിൽ സെറിബ്രോസ്പൈനൽ ദ്രാവകം കാണപ്പെടുന്നു. പിന്നെന്താ, സംവേദാവേഗങ്ങൾ ഡോഴ്സൽ റൂട്ടിലൂടെ സുഷുപ്നയിലെത്തുന്നു. പ്രേരകാവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ സുഷുപ്നയിലെത്തുന്നു. മസ്തിഷ്കത്തിൽ നിന്നും അതേപോലെ മസ്തിഷ്കത്തിലേക്കുമാണ് കേട്ടോ. മസ്തിഷ്കത്തിൽ നിന്നും തലച്ചോറിലേക്കും തലച്ചോറിൽ നിന്നും മസ്തിഷ്കത്തിലേക്കും ആവേഗങ്ങൾ സുഷുപ്നയിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെന്താ, നടക്കുക, ഓടുക തുടങ്ങിയ തുടർച്ചയായിട്ട് സംഭവിക്കുന്ന പ്രവർത്തനങ്ങളെയും അതേപോലെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെയും സുഷുപ്ന നിയന്ത്രിക്കുന്നു. നിങ്ങളിത് നോട്ട് ബുക്കിൽ എഴുതിയെടുക്കണം, എന്നിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. സുഷുപ്ന അഥവാ സ്പൈനൽ കോഡ്. ഇതൊരു ചിത്രം എക്സാമിന് ചോദിക്കാറുണ്ട്, വരച്ച് ലേബൽ ചെയ്യാനൊക്കെ ഇത് ചിത്രം ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗങ്ങൾ, സെൻട്രൽ കനാല്, അതേപോലെ ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ, ഡോഴ്സൽ റൂട്ട്, വെൻട്രൽ റൂട്ട്, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്താനും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്.